വിടവാങ്ങുന്നത് അതിന്റെ തൊട്ടു തലേന്ന് രാത്രി പോലും തബാറക ഓതിയിട്ടുണ്ടേ. ആ രൂപത്തിൽ ഇത് പതിവാക്കി കൊണ്ടു നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വ്യാഖ്യാന തലങ്ങളിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യ ഭാഗത്ത് അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ ഖുദ്റത്തും നമ്മെ ശരിക്ക് പരിചയപ്പെടുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ് തബാറക സൂറത്ത് ചെയ്യുന്നത്. ഇടഭാഗത്ത് ഇനി മധ്യഭാഗത്ത് വരുന്നു, ശിക്ഷയും രക്ഷയും പരാമർശിക്കുന്നു. അതുകൂടി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ആകാശങ്ങളിലെ വിവിധ സൃഷ്ടിജാലങ്ങളെ ഉണർത്തിയിട്ട് അള്ളാഹുവിനെ സമ്മതിപ്പിക്കുകയാണ്. യജമാനനായ റബ്ബിന്റെ കഴിവും അവന്റെ നോട്ടവും അവന്റെ നിയന്ത്രണവും നമ്മെ സമ്മതിപ്പിക്കുകയാണ്. അവസാന ഭാഗത്ത് അള്ളാഹു നമ്മെ പടച്ചത് എന്തിനാണ്, ഭൂമി പടച്ചത് എന്തിനാണ്, നമുക്കോരോ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന എന്തിനാണ്, അത് അവസാനം ഒന്നുകൂടി വിലയിരുത്തി പറയുകയാണ്. ഇങ്ങനെയാണ് 4 ദിവസമായിട്ട് നമ്മൾ ചുരുക്കി ക്രോഡീകരിച്ചിരിക്കുന്നത്. വിശാലമായി പറയണം, സമയം കിട്ടുമ്പോൾ പറയാം. ഇപ്പോൾ ഇങ്ങനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. തബാറക അനുഗ്രഹീതനായിരിക്കുന്നു, അത്യുന്നതനായിരിക്കുന്നു. തനസ്സഹ അൻ സിഫാത്തിൽ മുഹ്ദിസീൻ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തഫ്സീറാണ് വായിക്കുന്നത്. തനസ്സഹ അൻ സിഫാത്തിൽ മുഹ്ദസീൻ. ചരാചരങ്ങളുടെ സൃഷ്ടിജാലങ്ങളുടെ അല്ല, അല്ലാഹു അല്ലാത്തവരുടെ മുഴുവൻ ഗുണവിശേഷണങ്ങളിൽ നിന്നും അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹു അല്ലാത്തവർക്ക് എന്ത് ഗുണവിശേഷണമാണോ പറയുന്നത് അതൊന്നും അല്ലാഹുവിന്റെ വിശേഷത്തോട് ചേരൂല, അതിനപ്പുറമാണ്. അല്ലാഹുവിനെ നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉയർന്നതിന് നമ്മൾ എന്തെല്ലാം വിശേഷണം കൊടുക്കുന്നുണ്ടോ അതിലൊക്കെ അപ്പുറം ഒരു പരമോന്നത സ്വഭാവമാണ് അല്ലാഹുവിന്റെ സിഫത്തുകൾക്കുള്ളത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. തബാറകല്ലദീ ഒരുത്തൻ പരമോന്നതനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു. ആര് വർണ്ണിച്ചാലും വർണ്ണന പൂർത്തിയാകൂല എന്നർത്ഥം. നിങ്ങൾ നോക്ക്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ വർണ്ണിച്ചാൽ തീർക്കാൻ സൃഷ്ടികൾക്ക് കഴിയുന്നില്ല. നബിതങ്ങളെ വർണ്ണന എത്ര വർണ്ണിച്ചാലും അവസാനം അത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ വർണ്ണിച്ചാൽ എങ്ങനെ തീർക്കാൻ പറ്റും? അള്ളാഹുവിന്റെ കഴിവുകൾ മൊത്തം വിലയിരുത്തിയാൽ എങ്ങനെ മതിയാക്കാൻ പറ്റും? ഒരാൾക്കും അത് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് തബാറക. അതും ഒരു സാധാ വിശേഷണം അല്ല, ബഹുമാനമുള്ള വിശേഷണമാണ്. ചെറിയൊരു വിശേഷണമൊന്നും അള്ളാഹിനെ പറ്റി പറയാൻ പറ്റൂല. നിങ്ങൾ നോക്കുന്നു, അതുകൊണ്ടാണല്ലോ ഷർറിന്റെ ഒരു വകുപ്പും അള്ളാഹുവിലേക്ക് ചേർക്കൂല. ഇടങ്ങേറ് പിടിച്ച ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമോ അള്ളാഹുവിലേക്ക് ചേർത്തി പറയില്ല. നമ്മൾ മറന്നുപോയി, ഒരു സംഗതി മറന്നു. എന്നാൽ ആ മറന്നതിനെ പറ്റി അള്ളാഹു എന്നെ മറപ്പിച്ചതാണെന്ന് പറയാൻ പാടില്ല എന്നാണ് സൂറത്തുൽ കഹ്ഫ് നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫാണ് നമ്മളെ മുക്കം പള്ളിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 5-6 ആയത്തായിട്ടുള്ളൂ. ഓരോ വെള്ളിയാഴ്ചയും 1 മണിക്കൂർ കട്ടിച്ച് വെള്ളിയാഴ്ച രാവിലെ ആർക്കും തടസ്സാകാത്ത രീതിയിൽ 1-2 ആയത്തുകൾ അങ്ങനെ ചർച്ച ചെയ്തു പോവുകയാണ്. ധാരാളം സഹോദരന്മാരും സഹോദരിമാരും അവിടെ സംബന്ധിക്കും. കഴിയുന്ന ആളുകളൊക്കെ സംബന്ധിക്കുന്നിടക്ക് ഓർമ്മപ്പെടുത്തും. ആ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ പോയ യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം പ്രവാചകൻ തന്നെയാണ്. പിന്നീട് അള്ളാഹു നുബൂവത്ത് കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട്. ആ മഹാൻ മത്സ്യം മറന്നതിനെ പറ്റി പറയുന്നുണ്ട്, വമാ അൻസാനീഹു ഇല്ല ശൈത്താനു അൻ അദ്കുറ. എന്നത് മറപ്പിച്ചതാരാ? ശൈത്താനാണ്. അള്ളാഹു അല്ലേ? അള്ളാഹുവിന് ആ പ്രവർത്തനല്ലേ? അള്ളാഹു അറിയാതെ ശൈത്താനം കൊണ്ട് ചെയ്തത് അല്ല. അത്തരത്തിലുള്ള ഒരു വിഷയം മറപ്പിക്ക എന്ന് പറയുന്നത് ഒരു പോരായ്മയുള്ളതാണല്ലോ. അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയൂല. അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയൂല. അത് ചേർത്തി പറയാൻ പറ്റിയ ആള് ആരാ? ശൈത്താനാണ്. അവൻ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കരുക്കൾ നീ ഒറ്റ മുഫസ്സിറുകളും അവിടെ അർത്ഥം പറഞ്ഞിട്ടില്ല. അല്ലദീ ബിയദിഹി ഐ ഫീ തസറുഫിഹി. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, അല്ലാഹുവിന്റെ കൈകാര്യത്തിലാണ്. അൽ മുൽക്കു സർവ അധികാരവും.
എല്ലാ അധികാരവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അത് പറയുമ്പോ ഇവിടെ വേറെ ആൾക്കാർക്കൊന്നും അധികാരല്ലേ? ആ അധികാരങ്ങൾക്കൊക്കെ പരിധിയും പരിമിതിയും ഉണ്ട്. എത്ര കാലം അധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവർക്കൊക്കെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ അധികാരത്തിനൊരു പരിധിയും ഒരു പരിമിതിയും ഇല്ല. അതിനാണ് സർവാധികാരം എന്ന് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത്. ഇവിടത്തെ അധികാരം മാത്രം പോരാ, ആകാശലോകത്തെയും അധികാരം വേണം, പാരത്രിക ലോകത്തെയും അധികാരം വേണം, സ്വർഗത്തിലെയും നരകത്തിലെയും അധികാരം വേണം, എല്ലാ തലങ്ങളിലെയും അധികാരം വേണം. അപ്പൊ സർവാധികാരവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളുടെ മേലും ഖദീറുൻ, കഴിവുള്ളവനാണ്, നിശ്ചയമുള്ളവനാണ്, പൂർണ്ണാർത്ഥത്തിൽ കഴിവുള്ളവനാണ്. നമുക്കൊക്കെ പറയുന്ന കഴിവിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അള്ളാഹുവിന്റെ കഴിവിന് ഒരിക്കലും പരിധിയും പരിമിതിയും ഇല്ല. പൂർണ്ണാർത്ഥത്തിൽ കഴിവുള്ളവനാണ് അള്ളാഹു ജല്ല ജലാലുഹു. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ കഴിവ് വിശ്വസിക്കുക എന്നത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് വിശ്വസിക്കുക എന്നത് നമുക്ക് വജൂബാണ്. അള്ളാഹു തആലാക്ക് ഖുദ്റത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഖുദ്റത്തുണ്ട് എന്ന് വിശ്വസിച്ചാ പോരാ. എങ്ങനെയാണ് ആ ഖുദ്റത്ത്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇൽമ്, അത് പരിചയപ്പെടുത്തി തരുന്നു തബാറക സൂറത്തിന്റെ തുടക്കം തന്നെ. കണ്ടോ നിങ്ങൾ, ഇനി ആ ഖുദ്റത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ, അല്ലാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കിക്കോളൂ. ഖലഖൽ മൗത വൽ ഹയാത, അല്ലാഹു തആല മൗത്തിനെയും ഹയാത്തിനെയും സൃഷ്ടിച്ചു, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു. ആദ്യം പറഞ്ഞത് മരണ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണം. തർക്കണ്ടോ ആർക്കെങ്കിലും മരണത്തിൽ? ആർക്കും തർക്കമില്ലല്ലോ, ആരും സംശയം പറയൂലല്ലോ. അല്ലദീ ഖലഖൽ മൗത, ആ മരണത്തെ സംവിധാനിച്ചവൻ, സൃഷ്ടിച്ചവൻ അല്ലാഹുവാൻ. വൽ ഹയാത, ജീവിതത്തെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാൻ. എന്ന് പറഞ്ഞാൽ ചില മുഫസ്സിറുകൾ പറഞ്ഞു, ഇവിടെ മരണം പറഞ്ഞിട്ട് ജീവിതം പറയാനുള്ള കാരണം, മരണത്തിന്റെ ശേഷമുള്ള ജീവിതം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ ജീവിതം. ഇത് പഠിപ്പിക്കാനാണ്. മരണം ആദ്യം പറഞ്ഞു, പിന്നെ വൽ ഹയാത്താന്ന് പറഞ്ഞു. മരണത്തിന്റെ മുമ്പ് ഒരു ജീവിതമുണ്ട്, പക്ഷെ അതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം ഏതാ? മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് ആദ്യം ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെ അള്ളാഹു സൃഷ്ടിച്ചു, ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചു. മരണവും ജീവിതവും എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്?